എല്ലാം ജീവിതത്തിൽ കാണും ഒരു കൂട്ടുകാരൻ. ഉള്ള വള്ളികളെല്ലാം പോയി പിടിച്ച് അതിൽ നിന്ന് കിട്ടുന്നൊരു വീതം നമുക്കൂടെ വീതിച്ചു തരുന്ന ഒരു അലവലാതി. എൻ്റെ ജീവിതത്തിൽ അത് ദേ ഇവനാണ്. പക്ഷെ ഇപ്പം നല്ല വ്യത്യാസമുണ്ട്. പണ്ട് ഗാനമേളയ്ക്കും കല്യാണത്തിനും ബസ് സ്റ്റോപ്പിലും ഒക്കെ കിട്ടിയിരുന്ന അടി ഇപ്പോൾ അയ്യോ. ചേട്ടാ 2 സോഡ നാരങ്ങ. ചേട്ടാ ഇവിടെ 2 നാരങ്ങ. ഒന്നിൽ സോഡ കുറച്ച് ഉപ്പിട്ട് പഞ്ചസാര ഇട്ടിടണം, ഒന്നിൽ ഉപ്പ് കുറച്ച് പഞ്ചസാര കൂട്ടി തണുത്തിടണം. നീ അത് വിട്, അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. എടാ നീ എന്തോന്നും അറിയാത്ത പോലെ. ഇന്നൂടായപ്പോൾ 4 ദിവസമായി. വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. വാസ്കോ നീ എൻ്റെ കൂടെ നിന്നാലും ഇല്ലെങ്കിലും ഇന്ന് ഞാൻ അവളുടെ വീട്ടിൽ കയറും. അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞാൽ പറ്റത്തുള്ളൂ. റിട്ടയർഡ് ആയാലും അവളുടെ ഒരു പോലീസ് തന്നെ അല്ലടാ. എങ്ങനെ അയാളുടെ വീട്ടിൽ കയറി? അയാളുടെ കയ്യിലാണ് ഇപ്പോഴും തോക്കൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. പ്ലാനെങ്ങാനും പാളിയ എൻ്റെ പൊന്നളിയ മുതുവ തോട്ട വീഴും. നീ ഇത് കണ്ടോ? അയാൾ എനിക്കിട്ട് താങ്ങിയതാ. ഇതെന്ത് പറ്റിയടാ? 1-ാം തീയതി കുപ്പി എടുക്കാനായിട്ട് അയാളുടെ വീട്ടിൽ പോയതാ. അതിനാലും മിലിറ്ററി അല്ലല്ലോ, പോലീസ് അല്ലേ? അത് കിട്ടിയപ്പോഴാണ് മനസ്സിലായത്. ഇതിൽ കൊടുക്കണോടാ, അല്ലെങ്കിൽ നീ ഉടുമ്പ് അച്ഛൻ പറഞ്ഞ എന്തോടാ കാര്യം? ഒരു കാര്യമില്ല. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു. ഓക്കെ, നീ അവിടെ ചെന്നെന്ന് വെച്ചു, നീ എങ്ങനെ അകത്ത് കയറും? അതിനിപ്പോ 100 വഴികളില്ലേ? നീ എന്ത് ചെയ്താലും നിന്റെ കൂടെ ഞാൻ കാണൂടാ. നീ ഒട്ടും നിന്റെ തൊലിഞ്ഞ പ്ലാനും കൊണ്ട് അങ്ങോട്ട് ചെന്ന് അയാൾ നിന്റെ മുഖത്ത് വെടിവെച്ച് പിടിക്കും. നീ ഒന്നുകൂടെ ഒന്ന് നിർത്ത്. ഞാൻ എന്തായാലും തീരുമാനിച്ചു. എനിക്ക് ഒരു കാര്യം അറിഞ്ഞാൽ മതി. നീ എൻ്റെ കൂടെ നിൽക്കുമല്ലോ? ഇല്ല. സംശയാതീതമായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ടാപ്പ് ഏതോ ടെൻഷൻ കൊണ്ടാ. ടെൻഷൻ എന്തോന്ന്? നിന്റെ താളമൊന്നും അല്ലായിരുന്നല്ല. മതി. ഞാൻ എന്തായാലും അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സിഗ്നൽ തരാം. നീ ഇവിടെ ഒന്ന് വാച്ച് ചെയ്യും. എന്നാ ഇളം കൊണ്ടാക്ക്. എന്തോന്നിട്ട് നീ അമ്പലത്തിൽ കയറാൻ പോന്ന? നീ പറഞ്ഞ അവിടെ കേട്ടാ മതി. പ്രാർത്ഥിച്ചോണേടാ. ഹല്ലേലൂയ, സ്തോത്രം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ ഒരു സിഗ്നൽ തരണേ. ഇറങ്ങി ഓടാനായിരിക്കും തെണ്ടി. ചെരുപ്പൂരിട്ടേക്കാം. ഈശ്വര കത്തോളേ. അങ്ങനെ തന്നെ. ഓക്കെ. Anana pate, patana tete. നിന്റെ കയ്യിലുള്ള ആ കൂർത്ത കമ്പി എടുത്ത് കീ ഹോളിൻ്റെ താഴെയായി വെച്ചിട്ട് അതിനുശേഷം മുകളിൽ ഒരു കമ്പി വെച്ച് കറക്കണം. നമ്മളിത് എത്ര സിനിമയിൽ കണ്ടതാളിയാ. ഇത്രേ ഉള്ളൂ.
വാസ്കോ, നീ ജീനിയസ് ആടാ. അകത്ത് കയറിയാൽ പിന്നെ കഥവ് കുറ്റിയിടരുത്. അവളുടെ തന്ത എങ്ങാനും പൊക്കിക്കഴിഞ്ഞാൽ ഇറങ്ങി ഓടാനുള്ള മുൻകരുതലത്. ഫോണ് അവിടെ. പെൺകുട്ടി, ഡാഡീസ് പ്രിൻസസ്. സ്വാഭാവികമായിട്ടും മേളിലത്തെ റൂമാവാനാണ് സാധ്യത. സുന്ദരം തന്നെ. ഫിംഗർ പ്രിന്റ് വരും. വച്ച. ശവം ഉറക്കത്ത് പണിയെടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറക്കമില്ലേ? At 29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised to see. എടാ നീ എന്ത് പവച്ച പാത്രത്തിൽ വീട്ടിൽ കയറി വന്നേ? അച്ഛൻ വല്ലതും കണ്ടാലോ? കണ്ടായപ്പോ എന്തുവാ, തല്ലി കൊല്ലത്തൊന്നുമില്ലല്ലോ. അതൊന്നും പറയാൻ പറ്റത്തില്ല. അതിവിടെ നീ എന്താ 2 ദിവസമായിട്ട് കോളേജ് വരാഞ്ഞ്? വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അത് ശരി, ഇതറിയണോ നീ പാതിരാത്രി വീട്ടിൽ കയറി വന്നേ? അത് എടാ ചോര. അതാ അതിലെന്തോ ചാടിയപ്പോ പറ്റിയതാ. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഞാനേ എൻ്റെ നൻപനെയും കൊണ്ടാ വന്നേക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അവൻ ടൂൾസും കൊണ്ടിങ്ങ് വരും. പതുക്കെ പതുക്കെ. നിനക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ വേദന ഉണ്ടോ? ഇപ്പൊ ഇല്ല. എടാ എന്റെ ഫോൺ കംപ്ലൈന്റാ, കടയില്ല. പിന്നെ ഒരാഴ്ച കൊണ്ട് അച്ഛന് വയ്യായിരുന്നു. വേറെ ആരും ഇല്ലല്ലോ നോക്കാൻ. അതിരിക്കട്ടെ, 2 ദിവസം കണ്ടില്ലെന്നും പറഞ്ഞ് വീട്ടിൽ കയറി വരുന്നത്. എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ പോലും എന്നെ കണ്ടില്ലെന്നും പറഞ്ഞ് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ആട്ടെ, നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? പിന്നെ ആരാടാ അത്? നമ്മുടെ കോളേജിലുള്ളതാണോ? പറ ആളെങ്ങനാ? അവളെ പറ്റി പറയുവാണെങ്കിൽ എപ്പോഴും നെറ്റിലേക്ക് വീണടക്കുന്ന അവളുടെ മുടി, അതിനേക്കാളും അവളുടെ കണ്ണുകൾ, ചുവന്ന ചുണ്ടുകൾ. അവൾക്ക് മീനുകളെ ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ കൈ പിടിച്ച് എത്ര ദൂരം വേണമെങ്കിലും നടക്കാൻ എനിക്കെന്ത് ഇഷ്ടമാണെന്നറിയാമോ? പക്ഷെ ഇത് അവൾക്ക് മാത്രം അറിയത്തില്ല. അതേതാടാ നമ്മുടെ കോളേജിൽ ഞാൻ അറിയാത്തൊരു കൊച്ച്? നിനക്കങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് തുറന്നു പറയണം. എന്തിനാ വെച്ചോണ്ടിരിക്കുന്നേ? പറയണം. എന്നാ നീ പറ. എടി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ഇപ്പോൾ ഒന്നും പറയണ്ട, നല്ലപോലെ ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി. എടാ ഇതെന്ത് പൊട്ടുവോ? നമ്മളമ്മ ആദ്യം കണ്ട ദിവസം ഓർമ്മയില്ലേ? അന്നും ഇതുപോലായിരുന്നു.
എനിക്ക് ഓർമ്മയുണ്ട്. എന്താ സൗണ്ട് കേട്ടെ? എന്റെ കൂട്ടുകാരൻ വല്ലതും ആണോ? എനിക്കറിയത്തില്ല. എടാ, എന്നാ അച്ഛൻ എണീറ്റ് വരുന്നതിന് മുന്നേ നീ ഇറങ്ങിപ്പോ. പോ. അപ്പൊ മറുപടി മതി, ഇത് മതി. കണ്ട് ഇവിടെ എന്തെങ്കിലും പണി വെച്ചാൽ അത് എൻ്റെ മണ്ടയ്ക്കാവുമല്ലോ. നല്ലോണം ഞാൻ ഉറക്കിത്തരാം. എക്സ്ക്യൂസ് മീ. കറക്കല്ലേ, തല കറങ്ങും. ഇല്ല, കറക്കും. അമ്മേ, അമ്പടാ, ഈ വീട്ടിലൊരു ഈച്ച അനങ്ങിയ ഞാനറിയും. എടാ, SI പത്മനാഭനെ എന്ന സുന്നവാ, സുമ്മവാ. കറക്റ്റായി. എനിക്കും കൂടെ വഴി കട തിന്നഴിഞ്ഞോണ്ട് എളുപ്പമായി. അയ്യോ, എന്റെ ക്രോക്സ്. നീ എന്തിനാണ് പിന്നെ അയാളുടെ വയലോട്ട് കൊടുക്കുന്നത്? ഇതൂടെ കൊണ്ടുപോയി. എന്തെങ്കിലും മറന്നാ? അവ ഈ റോഡിൽ കൂടെ അലറി ഓടും. അയ്യോ, ഓ നൻപൻ, എണീക്കട പട്ടി. ഹായ്, ഒരു വെടിക്ക് 2 റാസ്കൽസ്. ഞാനല്ല റാസ്കൽ, ഇവനാ. ജായക്ക് പ്രാന്താടാ, എനിക്ക് ഓടാ. നിക്ക്. അയ്യോ, ശരിയാടാ, അയാളുടെ തോക്കണ്ടാ. ഉടുമ്പേ 2 ഓട്ടാ. ഒരു വെടിയല്ലേ കൊണ്ടുള്ളൂ. തീർന്നില്ലേ ഇത്? ആരുടെ ഉടുമ്പേ നോക്കുന്നു? എന്തുവാ? കല്ലട കൊല്ലട നിന്റെ മനസ്സിലെ ഭീകര രൂപമതേ
നീൽക്കട ഓടട നിന്റെ കിനാവിലെ കീചകവേഷമതേ. ഇടിയും മിന്നലും കൂരിരുട്ടിൽ യുദ്ധം കൂടണിതാ. നിന്നുടെ കൈക്കരുത്ത് കാട്ടാൻ ഇതാ നേരം വന്നതടാ. എന്റെ കനവിനിട്ടൊരു കൊട്ടി കൊടുത്ത പരോക്ഷം കൊണ്ടതടാ. ഞാൻ അടിക്കും ഇടിക്കും മുറുക്കും നിന്റെ വിരൽ പത്ത് ഞാൻ മുറിക്കും. പിന്നെ പുതിര പോലെ കുതിക്കും നിന്റെ മുഖത്ത് കൈ പതിക്കും. കൊതിച്ചു പോയെന്റെ പൊന്നിനെ കാണാൻ കനിവ് കാട്ടാത്ത കലന നീ. കരഞ്ഞു വിളിച്ച് നിലത്ത് ഇഴഞ്ഞ് ഏങ്ങി മോങ്ങി നേരം വെളുത്തു. ഉണ്ട പൊട്ടി തൊണ്ട കീറി കണ്ടം വഴി പാഞ്ഞോടി പപ്പൻ ചേട്ടൻ തോക്കെടുത്തു. അകിളി പകിളി വയ്യാ വേലി ഇന്നാ പിടി മുട്ടൻ നീടി. മുതുമ്പിൻ കടമ്പ അത് ഞാൻ കടക്കും. ചെമ്പ് കൊണ്ട് ഞാൻ ഇരുമ്പിറക്കും. കരിമ്പിൻ തോട്ടം ഞാൻ വിലക്കെടുക്കും. അമ്പ് കൊണ്ട് നീ കൊമ്പറക്കും. തിടുക്കം കാട്ടി ഒടുക്കം കണ്ടപ്പോ പരിചയം കാട്ടിയ മുഖം മറന്നു. അടുപ്പക്കാരുടെ അടുക്ക ചെന്നപ്പോ കുലം മുടിച്ചവൻ എന്ന് പറഞ്ഞു. ഉടുമ്പിൻ കരത്തിൽ മുറുകി അവൻ എടുത്തെറിഞ്ഞെന്റെ പകുതി. ഞാൻ മൊത്തമായി ഉരുകി പിന്നെ റോഡിൽ കിടന്നു മെഴുകി.